സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിച്ചക്ക മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ആദ്യം ഒരു ഇടിച്ചക്ക എടുത്ത് അതിൻ്റെ തോല് കളഞ്ഞ് നേരിയ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് വെള്ളം പോവേണ്ട രീതിയിൽ വാർത്ത് വയ്ക്കുക. ഇനി ഇതിനു വേണ്ട മാവുണ്ടാക്കാം. അതിന് ഒരു പാത്രം വെച്ച് പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡറും മൈദപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അരക്കപ്പ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഇളക്കി എടുക്കാം. ഒന്നിച്ച് വെള്ളമൊഴിച്ച് ഇളക്കരുത്. മാവിൽ മുക്കി എണ്ണയിലിടേണ്ട പാകത്തിനാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചക്കയെടുത്ത് ഈ കൂട്ടിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഉള്ളിലുള്ളത് വെന്ത് കിട്ടുക. അല്ലെങ്കിൽ പുറത്ത് വേഗം വേവും, അകത്ത് വേവില്ല. ഇത് വെറുതെ കഴിക്കാനും ഒരു സ്വാദ് തന്നെയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചില്ല ഇത്ര സ്വാദുണ്ടാകുമെന്ന്. ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് മനസ്സിലായത് സൂപ്പർ ടേസ്റ്റാണെന്ന്. മുറിച്ചെടുത്ത ചക്കയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനും ഫ്രൈ ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. അതിനു വേണ്ട ബാക്കി മസാലകൾ ഉണ്ടാക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി ചതക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം ഒരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇട്ട ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇടിച്ചക്കയാണെന്ന് ആരും പറയില്ല. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇട്ട മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സേഷ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ വിഭവം ആരും ഉണ്ടാക്കിയതായി കേട്ടിട്ടില്ല. ഇനി ഈ മസാലകളെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റി ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചക്കയൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട ശേഷം ഇതിലേക്ക് മസാലയെല്ലാം കൂടിച്ചേരാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് ഉണ്ടാക്കിയപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നിങ്ങളും ഇത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.